أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا. സൂറത്തുൽ കഹ്ഫ് അവതരിക്കപ്പെടാനുണ്ടായ കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനസാറാക്കൾ പരീക്ഷണാർത്ഥത്തിൽ ചോദ്യം ചോദിച്ചിരുന്നു. അവർ ചോദിച്ചത് 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഭൂമിയിൽ മുഴുവനും ചുറ്റി സഞ്ചരിച്ച ഒരാളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. 2, കലാകാലങ്ങളായി കേട്ടുവരുന്ന ഗുഹാവാസികളായ യുവാക്കളെ സംബന്ധിച്ച് പറഞ്ഞു തരിക. 3, ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞു തരിക എന്നാണ്. അതില് യുവാക്കളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർ ചോദിച്ചൊരു ചോദ്യമാണ്, ചരിത്രത്തിൽ ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിച്ച ഒരാളെ സംബന്ധിച്ച് കേട്ടുവരുന്നുണ്ടല്ലോ, ആ ആൾ ആരാണ് എന്നത്. ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും എല്ലാം ആകമാനം ചുറ്റി സഞ്ചരിച്ച ഒരാളെ സംബന്ധിച്ച്. ദുൽഖർനൈനിയെ സംബന്ധിച്ച് നബിയെ തങ്ങളോട് അവർ ചോദിക്കും. ഖുർആൻ പറയുകയാണ്, അല്ലെങ്കിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നബിയെ തങ്ങൾ പറയണം, സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് നബിയെ തങ്ങൾ അവരോട് മറുപടി പറയുക. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. ദുൽഖർനൈനിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സൗകര്യമാണ് ആ പറയുന്നത്. ദുൽഖർനൈൻ എന്ന് പറയാൻ ഒരു കാരണം, കർണ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ കൊമ്പ് എന്നും അർത്ഥം. 2 കൊമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്ന ആളാണ് എന്നും, അല്ല 2 നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന, കുറെ കാലം ജീവിച്ച ഒരാളാണ് എന്ന രണ്ടാലൊരു കാരണത്താലാണ് അദ്ദേഹത്തിന് 2 കർണുകളുള്ള ആള് എന്ന വിളിപ്പേര് വന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇദ്ദേഹം ഒരു പ്രവാചകനല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം. പ്രവാചകനാണ് എന്ന അഭിപ്രായക്കാരും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ലോകം മുഴുവനും അടക്കി ഭരിച്ച ഒരു മുസ്ലിമായ രാജാവാണ്.
സുലൈമാൻ നബി അലൈഹിസ്സലാമും ദുൽഖർനൈൻ ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാവ്. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض തീർച്ചയായിട്ടും ദുൽഖർനൈനിക്ക് ഭൂമിയിൽ മുഴുവനും ഞാൻ അധികാരത്തിന്റെ സൗകര്യം ചെയ്തു കൊടുത്തു. സഞ്ചരിക്കുവാനും അധികാരം പിടിച്ചടക്കുവാനുമുള്ള സൗകര്യം ദുൽഖർനൈനിക്ക് നാം കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ നൽകി മിൻ കുല്ലി ശൈഇൻ സബബാ, എല്ലാ കാര്യത്തിനുമുള്ള മാർഗങ്ങൾ അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ മാർഗത്തിൽ പ്രവേശിച്ചു. എത്രത്തോളം അദ്ദേഹം സഞ്ചരിച്ച് സൂര്യൻ അസ്തമിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. കരിങ്കടലാണ് അത് എന്നും അല്ല ഈജിയൻ കടൽ തീരമാണ് എന്നും അറ്റ്ലാന്റിക് സമുദ്രമാണ് എന്നും മൂന്നഭിപ്രായമാണ് അതിനെ സംബന്ധിച്ച് ചരിത്രത്തിലുള്ളത്. സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോ ഒരു കടൽ തീരത്തെത്തി എന്നർത്ഥം. വജദഹ, അവിടെ എത്തിയപ്പോൾ ആ സൂര്യനെ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞത് തഗ്റുബു ഫീ ഐനിൻ ഹമിയ, കറുത്ത ചളിമൺമയമായ ഒരു ജലാശയത്തിൽ ആ സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കടൽ തീരത്ത് പോയി സൂര്യൻ അസ്തമിക്കുന്നത് കാണുമ്പോൾ ആ സൂര്യൻ കടലിലേക്കാണ് ഇറങ്ങുന്നത് എന്ന് തോന്നൽ സാധാരണ പതിവാണ്. അദ്ദേഹത്തിന് അങ്ങനെ അനുഭവപ്പെട്ടു എന്നാണ് ഖുർആൻ പറഞ്ഞത്. സത്യത്തിൽ കടലിന്റെ എത്രയോ അപ്പുറത്താണ് സൂര്യൻ അസ്തമിക്കുന്നത്. പക്ഷെ നോക്കുമ്പോൾ കടലിലാണ് സൂര്യൻ ഇറങ്ങുന്നത് എന്ന് തോന്നിപ്പോകും. അതിനെ സംബന്ധിച്ചാണ് അങ്ങനെ പറയാൻ കാരണം. ആ കടൽ തീരത്ത്, ആ പ്രദേശത്ത്, പടിഞ്ഞാറൻ പ്രദേശത്ത് അദ്ദേഹം അധികാരം സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹു പറയുകയാണ്, യാ ദുൽഖർനൈൻ, ഓ ദുൽഖർനൈനെ, ഇമ്മാ അൻ തുഅദ്ദിബ വ ഇമ്മാ അൻ തത്തഖിദ ഫീഹിം ഹുസ്നാ, നീ ഒന്നിരിക്കൽ ശിക്ഷാ നടപടികൾ നടപ്പിൽ വരുത്തുക. ഇമ്മാ അൻ തുഅദ്ദിബ വ ഇമ്മാ അൻ തത്തഖിദ ഫീഹിം ഹുസ്നാ, അല്ലെങ്കിൽ ആ ജനതയിൽ നല്ല നിലക്ക് നീ കൈകൊള്ളുക, നല്ല നില കൈകൊള്ളുക, അവരെ ആക്രമിക്കാതിരിക്കുക, അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. രണ്ടാലൊന്നാണ് നിനക്ക് അധികാരം കിട്ടിയതിന് ശേഷം അവിടെ സംഭവിക്കാനുള്ളത്. ഒന്നിരിക്കൽ നിനക്ക് അവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ അവരിലുള്ളവരോട് നല്ല നിലയിൽ വർത്തിക്കാം. എന്ന് വെച്ചാൽ ശിക്ഷകളൊന്നും കൊടുക്കാതെ അവരോട് നല്ല നിലയിൽ പെരുമാറുക, അല്ലെങ്കിൽ അവരെ നിനക്ക് ശിക്ഷിക്കാം. ഖാല, ആ സമയത്ത് ദുൽഖർനൈൻ പറഞ്ഞു, അമ്മാ മൻ വലമ ഫസൗഫ നുഅദ്ദിബുഹു, എന്റെ രാജാധികാരത്തിന്റെ കീഴിൽ താമസിക്കുമ്പോ അക്രമം കാണിച്ചാൽ അവരെ ഞാൻ ശിക്ഷിക്കും. അക്രമികളെ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ. പിന്നെ ആ അക്രമിയെ അവന്റെ റബ്ബിലേക്ക് പറഞ്ഞേക്കും. കഠിനമായ ശിക്ഷ റബ്ബ് അവനക്ക് കൊടുത്തോളും. രാജാവിന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അള്ളാഹുവിന്റെ ഔലിയാ, ഇനി അമ്പിയാക്കളല്ലാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് ഇൽഹാം ഉണ്ടാകും.
തോന്നിപ്പിക്കലുണ്ടാകും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു തോന്നൽ മനസ്സിൽ അല്ലാഹു അത്തരം സ്വാലിഹീങ്ങൾക്ക് ഇട്ടുകൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദുൽഖർനൈൻ ഇതെല്ലാം പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ എന്റെ രാജ്യത്ത് അക്രമം കാണിച്ചാൽ ഫസൗഫ നുഅദിബുഹു, അവനെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ടോ സുമ്മ യുറദ്ദു റബ്ബിലാ റബ്ബിഹി, അവൻ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവന്റെ റബ്ബിനെ കൊള്ള അവൻ തിരിച്ചു പോകട്ടെ. ഫയുഅദിബുഹു അദാബൻ നുക്റാ, അവനെ റബ്ബ് വലിയ ശിക്ഷ ശിക്ഷിച്ചോളും. എന്നാൽ വഅമ്മാമൻ ആമന, ഞാൻ എന്റെ പ്രബോധനമായി എന്റെ രാജാധികാരത്തിൽ നടപ്പിൽ വരുത്തുന്ന ഇസ്ലാമികമായ വിശ്വാസവും ആചാരവും ഉണ്ടല്ലോ, അത് ശരിക്കും മനസ്സിൽ വിശ്വസിച്ചതായ ആൾക്കാർ വഅമില സ്വാലിഹാ, ആ വിശ്വാസത്തിനനുസരിച്ച് സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഫലഹു ജസാഅനിൽ ഹുസ്ന, അവൻക്ക് ഏറെ ഏറ്റവും ഏറ്റവും നല്ല പ്രതിഫലം സമ്മാനം അവൻക്കുണ്ട്. വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്റാ, എന്റെ ഭാഗത്തു നിന്നും ഒരു പ്രയാസവുമില്ലാത്ത കൽപ്പനയാണ് അവൻക്കുണ്ടാവുക. ഇത് ഖുർആൻ ഇടക്കിടക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇടക്കിടക്ക് പല 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 സന്ദർഭങ്ങൾക്കിടയിലും ഭൂമിയിൽ ഒരു മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കർത്തവ്യത്തെ സംബന്ധിച്ച് ഖുർആൻ ഇടക്കിടക്ക് പറയുന്നു ആമന വഅമില സ്വാലിഹൻ എന്ന്. എന്നാൽ മൻ ലലമ ഫസൗഫ നുഅദിബുഹു ثم يرد الى ربه فيعذبه عذابا نكرا, ഒരു ഇലാഹിയായ സന്ദേശമാണ് രാജ്യത്തിന് കൊടുത്തത്. ആക്രമിച്ചാൽ എന്ന് പറയുമ്പോൾ മനുഷ്യരെ ആക്രമിക്കുക, മനുഷ്യൻ അല്ലാഹുവിനെ ആക്രമിക്കുക, എല്ലാം അതിൽ വരുന്നതാണ്. അല്ലാഹുവിനോടുള്ള അക്രമം എന്ന് പറഞ്ഞാൽ അത് കുഫ്ർ തന്നെയാണ്. കുഫ്ർ അല്ലാഹുവിനോടുള്ള അക്രമമാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന പ്രദേശത്ത് ആ കുഫ്റിന്റെ വെല്ലുവിളിയായി ഒരാൾ രംഗത്ത് വരുമ്പോ അതിനെതിരെ ശിക്ഷാ നടപടി ഉണ്ടാവും. വെല്ലുവിളിയായിട്ട് വന്ന ശിക്ഷാ നടപടി ഉണ്ടാവും. അതേ സമയത്ത് ഒരു കാഫിറിന് ഒരു മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിച്ച് സൗകര്യമായി ജീവിക്കുന്നതിന്, സുഖമായി ജീവിച്ചു പോരുന്നതിന് തടസ്സം ഉണ്ടാവില്ല. അതേ സമയത്ത് ഇസ്ലാമിനെ വെല്ലുവിളിക്കും വിധത്തിൽ രാജ്യത്ത് തലപൊക്കിയാൽ അതിനെതിരെ ശിക്ഷയുണ്ടാവും. അത് എല്ലാ രാജ്യത്തിന്റെയും സ്വഭാവമാണ്. എന്ത് സ്വഭാവം? അവിടുത്തെ ഭരണഘടനയെ, അവിടുത്തെ ഭരണകൂടത്തെ ചോദ്യം ചെയ്താൽ ശിക്ഷയുണ്ടാവുക എന്നത് ഏതൊരു രാജ്യത്തിന്റെയും, ഏതൊരു രാജാവിന്റെയും അല്ലെങ്കിൽ ഏതൊരു ഭരണകൂടത്തിന്റെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത് ദുൽഖർനൈനിയുടെ കാലഘട്ടത്തിലും അദ്ദേഹം നടപ്പിൽ വരുത്തിയിരുന്നു എന്നർത്ഥം. അമ്മാമൻ വലമ, ആക്രമിച്ചാൽ ഫസൗഫ നുഅദിബുഹു, എന്നിട്ടോ സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി, ആ അക്രമത്തിന്റെ അവസ്ഥക്കനുസരിച്ച് നാളെ റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോഴും ശിക്ഷയുണ്ടാകും. ഉത്ബോധിപ്പിക്കുകയാണ്. വഅമ്മാമൻ ആമന വഅമില സ്വാലിഹാ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ഭൂമിയിലെ വാസത്തിൽ നിന്ന് നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്തിനെ സംബന്ധിച്ച് ഖുർആൻ ഇടക്കിടക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുക, അല്ലാഹുവിനെ വിശ്വസിക്കുക, അവന്റെ അമ്പിയാക്കളെ വിശ്വസിക്കുക. ആ അമ്പിയാക്കളുടെ ഉത്ബോധന പ്രകാരം ജീവിച്ചാൽ അത് അല്ലാഹ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ അല്ലാഹുവിന്റെ ലോകത്തേക്കുള്ള സഞ്ചാരമാണ്, അവിടേക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ്, അവിടേക്ക് വിജയിക്കാനുള്ള സാധനങ്ങളാണ് കൈമുതലാക്കുന്നത് എന്ന് ഒരാൾ ഉറപ്പിച്ച് വിശ്വസിക്കുകയും അമില സ്വാലിഹ, അതിനനുസരിച്ച് നിസ്കരിക്കുകയും അതിനനുസരിച്ച് നോമ്പെടുക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫലഹു ജസാഅനിൽ ഹുസ്നാ, അവൻക്ക് വളരെ ഉത്തമമായ സമ്മാനമുണ്ട്. അതിനേക്കാൾ വലിയ ഒരു സമ്പത്ത്, അതിനേക്കാൾ വലിയൊരു സമ്മാനം അവനക്ക് നേടാൻ പിന്നെ ഒരു പ്രവർത്തനം കൊണ്ടും സാധ്യമല്ല എന്നർത്ഥം.
വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്റാ. ഇവന്റെ കാര്യത്തിൽ, ഇങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഒരു പ്രയാസവുമില്ലാത്ത കൽപ്പനകളാണ് എന്റെ ഭാഗത്തു നിന്ന് ഞാൻ പറയുക, ഞാൻ ചെയ്യുക. ഖാല എന്ന് പറയുന്ന പദത്തിന് മിക്കവാറും പറയും എന്നാണ് അർത്ഥമെങ്കിലും ചിലപ്പോൾ ചെയ്യും എന്നർത്ഥത്തിനും അത് വരാറുണ്ട്. വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്റാ. നമ്മുടെ കൽപ്പന കൊണ്ട് വളരെ പ്രയാസമില്ലാത്ത കാര്യങ്ങളെ അവനക്ക് ഞാൻ ചെയ്തു കൊടുക്കുകയുള്ളൂ, അവനോട് ഞാൻ പറയുകയും ചെയ്യുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ദുൽഖർനൈൻ ഭൂമിയുടെ കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും അവിടെ അനുഭവിച്ച കാര്യങ്ങളുമാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്തേക്ക് സഞ്ചരിച്ച കാര്യങ്ങൾ, ആ ഭാഗത്ത് ചെന്ന് അധികാരത്തിൽ നിലനിൽക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടത്തേക്കാൾ ചില സംഭവങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക്, സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക്, സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് ഇനി സഞ്ചരിച്ച് ആ ഭാഗങ്ങളിൽ ചെന്ന് അധികാരത്തിൽ നിലനിൽക്കുമ്പോൾ അവിടുത്തെ ജനത ആവശ്യപ്പെട്ട കാര്യങ്ങളും അവിടുത്തെ ജനതക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളുമാണ് അടുത്ത ആയത്തുകളിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹീലത വലാ ഇഹ്തിയാല വലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه أشهد أن لا إله إلا الله وحده لا شريك له إله واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه الحمد لله رب العالمين
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ ثواب ما قرأنا وما صلينا وما سلمنا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والصحابة وأهل الخير كلهم أجمعين. അർഹമുറാഹിമീനായ രാജാതിരാജനായ തമ്പുരാനെ, ഞങ്ങൾ ഓതിയതും കേട്ടതും പറഞ്ഞതും നീ സ്വീകരിക്കണം റഹ്മാനെ. നിന്റെ മഹത്തായ ഈ ഭവനത്തിൽ ഞങ്ങൾ ഇരുന്ന സമയം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ, ഈ ദിവസത്തിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും നല്ല അമലായി നീ സ്വീകരിക്കണം റഹ്മാനെ. റഹ്മാനെ, മഹത്തായ ഖുർആൻ ശരീഫിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. റഹ്മാനെ, ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവർ, വിശിഷ്യായി മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊണ്ട് കിടക്കുന്നവർ നീ മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണം റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. എല്ലാ ശർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഷഹീദായിനെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് സഹായവും ഇസ്സത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه.